പ്രിയ ഗവൺമെന്റ്, നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ ടീച്ചറെ ഞങ്ങളിൽ നിന്ന് അകറ്റി മറ്റൊരു സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞു മനസ്സിൽ എത്ര വേദനിച്ചിട്ടുണ്ടാവും? അതെന്താ നിങ്ങൾ കാണാത്തത്? രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 93 സ്കൂൾ വാർഷികവേളയിൽ നിങ്ങൾക്ക് മുന്നേ എനിക്ക് പറയാനുള്ളത് സ്നേഹത്തിന്റെ നിറകുടമായ വാത്സല്യ വിധിയായ ഹസീന ടീച്ചറെ കുറിച്ചാണ്. ഹസീന ടീച്ചർ ഞങ്ങളുടെ ഒരു ടീച്ചറായിരുന്നില്ല, ഞങ്ങളുടെ ഉമ്മയെ പോലെ അല്ല, ഞങ്ങളുടെ ഉമ്മ തന്നെയാണ്. എന്റെ മക്കളെ എന്നായിരുന്നു ടീച്ചർ ഞങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നത്. അത്രക്കും സ്നേഹവും കരുതലുമായിരുന്നു ഞങ്ങളുടെ കാര്യത്തിൽ. പാഠപുസ്തകങ്ങൾക്ക് പുറമെ പല നല്ല ശീലങ്ങളും പഠിപ്പിച്ചു തന്നു. നിറത്തിന്റെ പേരിൽ ഒരു കുട്ടിയെ കളിയാക്കിയപ്പോൾ കറുത്തവനും വെളുത്തവനും ഒരേപോലെയാണ്, പണമുള്ളവനും പാവപ്പെട്ടവനും ഒരേപോലെയാണ്, എല്ലാവരും മനുഷ്യനാണെന്ന് പഠിപ്പിച്ചു തന്നു. ഞങ്ങൾ ഗതി കാണിക്കുമ്പോൾ ഞങ്ങളെ വഴക്ക് പറയും. ആ വഴക്ക് പറയുമ്പോൾ സ്നേഹം മാത്രമായിരുന്നു ടീച്ചറുടെ വാക്കുകൾ. ഇത്രയും പ്രിയപ്പെട്ട ഞങ്ങളുടെ ടീച്ചർ മറ്റൊരു സ്കൂളിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ വിട്ടുപോകരുതെന്ന്. പക്ഷേ 27/1/2025 തിങ്കളാഴ്ച ടീച്ചർ വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ മക്കൾ നന്നായി പഠിക്കണം, നല്ല കുട്ടികളാവണം, ടീച്ചർ മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കരഞ്ഞു, സജി ടീച്ചറും കരഞ്ഞു, ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ വിട്ടുപോരുത് എന്ന്. അപ്പോൾ ടീച്ചർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ മക്കൾ കരയുന്നതേ, ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ച് പറ്റൂ. പ്രിയ ഗവൺമെന്റ്, നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്? സൗജന്യ വിദ്യാഭ്യാസം, ഉച്ചഭക്ഷണം, യൂണിഫോം, പുസ്തകം എല്ലാം. ഇത്രക്കും ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത സർക്കാരെ പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ ടീച്ചറെ ഞങ്ങളിൽ നിന്ന് അകറ്റി മറ്റൊരു സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞു മനസ്സിൽ എത്ര വേദനിച്ചിട്ടുണ്ടാവും? അതെന്താ നിങ്ങൾ കാണാത്തത്? ഇതുപോലെ എത്ര സ്കൂളുകളിൽ എത്ര കുട്ടികൾ വിഷമിച്ചിട്ടുണ്ടാവും? ഗവൺമെന്റിന്റെ ഒരു തീരുമാനത്തിനും ഞങ്ങൾ കുട്ടികളെതിരല്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. സങ്കടം കൊണ്ട് പറഞ്ഞാലാണ് ഞങ്ങളുടെ ടീച്ചറിന് ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ്. ടീച്ചർക്ക് ഞങ്ങളെ അതിനേക്കാൾ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇതുപോലെ ഹസീന ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കാനും നല്ല ശീലങ്ങൾ പറഞ്ഞു തരാനും ഞങ്ങൾ വരാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഹസീന ടീച്ചർക്ക് എല്ലാവിധ